വചനമൊഴി ഒക്ടോബർ 9. വചനഭാഗം ഹെബ്രായർ 10:1-10, ലൂക്കായുടെ സുവിശേഷം 9:28-36. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈ വചനങ്ങൾക്ക് ശേഷം ഏകദേശം 8 ദിവസം കഴിഞ്ഞ് ഈശോ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം തിളങ്ങുന്ന വെണ്മയാർന്നു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ പുറപ്പാടിനെ കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. പത്രോസും കൂടെ ഉണ്ടായിരുന്നവരും നിദ്രാവിവശരായിരുന്നു. അവർ ഉണർന്നപ്പോൾ അവന്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിൽക്കുന്ന ഇരുവരെയും കണ്ടു. അവർ അവനെ വിട്ടുപോകുമ്പോൾ പത്രോസ് ഈശോയോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്തു. അത് മേഘത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പുത്രൻ, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവനെ ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ ഈശോ മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, മഹത്വപൂർണമായ മിശിഹായുടെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന എലിയാസ് ശ്ലീഹ മൂശക്കാലത്തിൽ, ഈശോയിൽ സ്നേഹമുള്ളവരെ, എലിയാസ് ശ്ലീഹ മൂശക്കാലത്ത് മഹത്വപൂർണമായ മിശിഹായുടെ 2ാമത്തെ ആഗമനത്തെ നാം ധ്യാനിക്കുന്ന അവസരമാണ്. ഇന്ന് തിരുവചനത്തിലൂടെ മിശിഹായുടെ രൂപാന്തരീകരണം ഒരിക്കൽ കൂടി നാം ധ്യാനിക്കുമ്പോൾ മഹത്വപൂർണമായ മിശിഹായുടെ ആ വരവിനെയാണ് വീണ്ടും ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ജെറുസലേമിൽ പൂർത്തിയാകേണ്ടിയിരിക്കുന്ന കടന്നുപോകലിലൂടെ മിശിഹ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മിശിഹായുടെ മഹത്വത്തിൽ പങ്കാളികളായ മോശയും ഏലിയായും മഹത്വത്തോടെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നു. ഈശോ മിശിഹായുടെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങള് അവിടുത്തെ മഹത്വത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു. പ്രകാരം ഈശോ മിശിഹ മഹത്വത്തിലേക്ക് പ്രവേശിച്ചതിലൂടെ മനുഷ്യവർഗം മുഴുവൻ മഹത്വീകരിക്കപ്പെടുകയാണ്. ആ മഹത്വീകൃതം തിരിച്ചറിയുകയും യാഥാർത്ഥ്യമായി അനുഭവിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ മഹത്വപൂർണമായ 2ാമത്തെ ആഗമനത്തിലാണ്. അവിടുത്തെ ദിവ്യമായ 2ാമത്തെ ആഗമനം നോക്കി പാർത്തിരിക്കുന്ന നമുക്ക് ഇഹലോക ജീവിതത്തെ ശ്ലീഹ കേന്ദ്രീകൃതമായി മിശിഹായുടെ കുരിശിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ അനുദിനം കാണുവാനും നമ്മുടെ അനുദിന ജീവിതം വിശ്വസ്തയോടെ നിർവഹിച്ച് മിശിഹായുടെ മഹത്വത്തിൽ പങ്കാളികളാകുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.